രംഗത്ത് ഇന്ത്യയുടെ ആയുധപുരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നു. പിനാക്ക റോക്കറ്റുകൾ ഇന്ത്യക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പിനാക്കയിൽ തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ഇന്ത്യൻ പ്രതിരോധ സേന ഇപ്പോൾ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പിനാക്കയുടെ പതിപ്പ് അണിയറയിൽ തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ കീഴിലുള്ള ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ് യുദ്ധവിമാനത്തിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പിനാക്ക റോക്കറ്റിന്റെ പതിപ്പ് വികസിപ്പിച്ചെടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ആഗോള വിപണിയിൽ തന്നെ വലിയ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളാണ് പിനാക്ക വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. ഇതോടെ പിനാക്കയിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ അല്ലെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇന്ത്യയുടെ ആയുധപുരയിലെ സുപ്രധാനമായ ആയുധമാണ് പിനാക്ക എന്ന റോക്കറ്റ് സംവിധാനം. ശത്രു മുന്നേറ്റങ്ങളെയും സംവിധാനങ്ങളും എല്ലാം തന്നെ കൃത്യതയോടെ തന്നെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന പിനാക്ക റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് വാഹനങ്ങളിൽ ഘടിപ്പിച്ച് റോക്കറ്റ് ലോഞ്ചറിൽ നിന്നാണ്. തന്ത്രപ്രധാനമായ ആയുധമായ പിനാക്ക ഇന്ന് പല രാജ്യങ്ങളിലേക്കും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളിൽ നിർണായകമാണ് പിനാക്ക റോക്കറ്റുകൾ. ഇപ്പോഴിതാ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന പിനാക്കയുടെ പതിപ്പാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ കീഴിലുള്ള ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ യുദ്ധവിമാനം അല്ലെങ്കിൽ ഇത് വികസിപ്പിക്കാനായി തയ്യാറെടുക്കുന്നത്. സുഖോയ് Su-30, AKM, അതുപോലെ തന്നെ റാഫേൽ, മിറാഷ് 2000, തേജസ് എന്നീ യുദ്ധവിമാനങ്ങളിലെയും പിനാക്ക ഘടിപ്പിക്കാറുണ്ട്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ഇസ്രയേൽ മിസൈലായ റാംപേജിന് പകരമായി തന്നെ മാറും ഈ പിനാക്ക എന്നാണ് വ്യക്തമാക്കുന്നത്. 300 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള പിനാക്കയുടെ 4ാമത്തെ ജനറേഷൻ വികസന ഘട്ടത്തിൽ തന്നെയാണ്. ഇതിന്റെ പരീക്ഷണം ഉടൻ നടക്കുമെന്നും ആക്രമണ പരിധി കൂടിയ പിനാക്കയുടെ ഈ പതിപ്പായിരിക്കും യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിനാക്ക 4ന് അത്യാധുനിക ഗതി നിർണയ സംവിധാനങ്ങളുണ്ട്. അതിനാൽ തന്നെ ഒരു എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലായി പ്രവർത്തിക്കാനും സാധിക്കും. 120 കിലോമീറ്റർ അക്രമ പരിധിയുള്ള പിനാക്ക 3യുടെയും യുദ്ധവിമാന പതിപ്പ് വന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ റാംപേജ് മിസൈലിന് 250 കിലോമീറ്റർ ആണ് ആക്രമണ പരിധിയുള്ളത്. 150 കിലോയോളം വരുന്ന പോർമുനയും ഇത് വഹിക്കാനാകും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വ്യോമസേനയുടെ ജഗ്വാർ യുദ്ധവിമാനത്തിൽ റാംപേജ് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു. പാകിസ്ഥാനിലെ റഡാർ സംവിധാനങ്ങൾ തകർക്കുന്നതിൽ ഈ മിസൈലുകൾ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തവയാണ്. അതുപോലെ ഇന്ത്യയുടെ കൃത്യതയിലും ഗുണനിലവാരത്തിലുമൊക്കെ തന്നെ സേനയ്ക്ക് ഒരു സംശയവുമില്ല. മാത്രമല്ല സമാനമായ മറ്റ് ആയുധങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വിലയും കുറവാണ്. എന്നാൽ തന്ത്രപ്രധാനമായ ഒരു ആയുധത്തിന്റെ കാര്യത്തിൽ വിദേശ ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ് സേനയുടെ ലക്ഷ്യമായി പറയുന്നത്. ഇതിനിടയിലാണ് DRDO പിനാക്കയുടെ യുദ്ധവിമാന പതിപ്പ് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ ആശയത്തിന് വ്യോമസേനയുടെ പിന്തുണയുമുണ്ട്. അതേസമയം റാംപേജിന്റെ സാങ്കേതിക വിദ്യ കൈമാറുന്നതോടുകൂടി തന്നെ മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് സമാന്തരമായ തന്നെയാണ് പിനാക്കയുടെ പദ്ധതികളും കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ സാശ്രയത്വം ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പദ്ധതിയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. സുരക്ഷിതമായ ദൂരത്ത് നിന്ന് ശത്രുക്കളെ ആക്രമിക്കാൻ സാധിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ആയുധങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്നത്. റാംപേജ്, അതുപോലെ തന്നെ മറ്റ് ബ്രഹ്മോസ്, NG എന്നിവയെന്ന് പറയുന്നത്. പിനാക്ക കൂടി ഈ നിരയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ വ്യോമസേനയുടെ ആയുധശേഖരം കുറച്ചും കൂടി വൈവിധ്യവൽക്കരിക്കപ്പെടുമെന്ന് തന്നെയാണ് മറ്റൊരു വസ്തുത. എങ്കിലും പിനാക്കയുടെ യുദ്ധവിമാന പതിപ്പിന് ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിന്റെ പ്രധാനം അതിന്റെ രൂപകൽപ്പന ഉണ്ടാക്കേണ്ട മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ലക്ഷ്യം കണ്ടെത്താൻ സഹായിക്കുന്ന സീക്കർ യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനം തുടങ്ങിയവ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിവേഗത്തിൽ പറക്കുന്ന യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ തന്നെ പ്രകടനത്തിൽ കൃത്യത പാലിക്കേണ്ടതും ഇതിന്റെ അനിവാര്യതയാണ്. ഇതിന് പുറമെ തന്നെ യുദ്ധക്കപ്പലുകളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന വകഭേദവും വികസന പദ്ധതിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 75 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള ഈ വകഭേദം അന്തർവാഹിനികളെ ഉൾപ്പെടെ തന്നെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ വർഷം തന്നെ ഇതിന്റെ പരീക്ഷണം നടക്കുകയും നിലവിൽ കരസേനയുടെ പ്രധാനപ്പെട്ട ആയുധമാണ് പിനാക്ക റോക്കറ്റ് സംവിധാനം. സാദി വെപ്പൺ ലൊക്കേറ്റർ റഡാറിന്റെ സഹായത്തോടെ ശത്രുവിന്റെ അലേർട്ടുകൾ അതിൽ സ്ഥാപിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് ആക്രമണം നടത്തുന്ന രീതിയാണുള്ളത്. ഇതിന് വ്യക്തിപരമായ ഇടപെടൽ വളരെ കുറവ് മതിയെന്നും ഒരിക്കൽ ലക്ഷ്യം നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ അവിടേക്ക് ആക്രമണം നടത്താനുള്ള നിർദ്ദേശം റോക്കറ്റ് ലോഞ്ചറിന് നൽകും എന്നതാണ് മറ്റൊരു സവിശേഷത. ഇല്ലാതെ തന്നെ ഇത് നേരിട്ട് തന്നെ പ്രവർത്തിക്കുമെന്നും വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.